ഗൈസ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 99,500 ജസ്റ്റ് 1 lakh ബിഫോറിൽ ഒരു ഹ്യൂജ് റെസിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ 91 വന്നിട്ടുണ്ട്. കുറേ ആൾ ടെൻസ്ഡ് ആണ്, എന്താണ് 99,500 91 വരുന്നത്, എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്, ഇപ്പോൾ റീബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ, അല്ലെങ്കിൽ ഇതിപ്പോൾ സാൻഡ പറഞ്ഞ റീട്രേസ് ആണോ, അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് റീട്രേസ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു, നമ്മൾ 30,000 ഗെയിന് കണ്ട സ്ഥിതിക്ക് ഒരു ഇത്രയും ശതമാനം ഗെയിൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈ ഗ്രീഡ്, ഹൈ ഫോമോ, പല കോയിൻസും അതിൻ്റെ മെയിൻ സപ്പോർട്ടിൽ നിന്ന് മെയിൻ ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. റീട്രേസ് കിട്ടാത്ത പല കോയിൻസ് ഉണ്ടാവും. ശരിക്കും ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സൊക്കെ വരണമെങ്കിൽ ഇത്ര റീട്രേസ് വരണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഡോജ് അല്ലെങ്കിൽ XRP ഒക്കെ $1.1 ബ്രേക്ക് ചെയ്ത് 1.6 എത്തി. എന്നാൽ XRP ശരിക്കും ഒരു 1.1 2 വന്നാൽ വീണ്ടും ഹ്യൂജ് സപ്പോർട്ട് അവിടെ പിടിച്ചാൽ കഴിഞ്ഞ കുറേ നാൾ സ്വപ്നം കാണുന്ന, പ്രത്യേകിച്ച് $1 $1.2 സ്വപ്നം കാണുന്ന റെസിസ്റ്റൻസാണ്. അവിടെ നിന്ന് എത്താൻ തന്നെ പറ്റാത്തടുത്ത് പുതിയ സപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ഏരിയയിലേക്ക് പോകും. ഇതുപോലെയാണ് BTCൻ്റെ കാര്യം. BTC കഴിഞ്ഞ് കുറേ നാളായിട്ട് ഇതുവരെ സംഭവിക്കാത്ത ഏരിയയാണ് ഈ 99,500. അപ്പോൾ അതിന് മുമ്പ് ഒരു പുതിയൊരു ഏരിയയിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കണം. നമ്മളൊരു മല കയറുന്ന പോലെ തന്നെയാണ്. കുറച്ച് ഒരു സ്ലൈഡിങ് ഏരിയയിൽ നമ്മൾ കുറച്ച് കയറുന്നു, ചിലപ്പോൾ നമ്മൾ വീണാലും പണ്ടുള്ള ലോയിലേക്കല്ല, പുതിയൊരു ഏരിയ സ്റ്റേബിളിലേക്ക് നമ്മളവിടെ ടെൻറ്റ് കെട്ടുന്നു, എന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 100K എന്ന് പറയുന്ന ഒരു വലിയൊരു മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ഒരു റീട്രേസ് വരികയാണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അടുത്ത 100K ബ്രേക്ക് ചെയ്ത് ആ ഒരു മൊമെൻറ്റം, ഒരു വലിയ ന്യൂസ് വാല്യൂ ഇല്ല, ആ മൊമെൻറ്റത്തിന് നടക്കും ഒറ്റയടിക്ക് ഒരു 10K മുന്നേറണമെങ്കിൽ ഇതിന് മുമ്പുള്ള ഈ റീട്രേസുകൾ നല്ലത്. ഇത് നമുക്ക് പരിചയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ മാർക്കറ്റിലേക്ക് സജീവമായിട്ട് കുറേ ആൾക്കാർ മാർക്കറ്റിൽ കടം വാങ്ങിയിട്ടായാലും എന്തൊക്കെയോ ഡോളർ എവിടെ നിന്നും ഒപ്പിച്ചിട്ട് ഇങ്ങനെ കോയിനിലേക്ക് വരുമ്പോൾ ഇതെപ്പോഴും ഒപ്പിക്കണം. കാരണം നിങ്ങൾ ഈ 90-99 എത്തുന്നതിന് മുമ്പ് 20K 15K BTC വന്നിട്ടുണ്ട്. ഡെയിലി ഒരുപാട് വോളറ്റിലിറ്റി ഉണ്ട്. ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റ്, ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റോക്കിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ, മറ്റു മാർക്കറ്റിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ ഭയങ്കര വോളറ്റിലിറ്റി ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെ ഒന്നാമതായി സൂചിപ്പിക്കുന്ന വിധ തെളിവ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 99K അല്ലെങ്കിൽ 97K ഉണ്ടാകുമ്പോൾ നിങ്ങളോട് സംബന്ധിച്ചത്, ആ സമയത്ത് ഞാൻ നിങ്ങളോട് ഡിപ്പ് വരും, ഡിപ്പിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഇത്രത്തോളം തട്ടണമെന്നില്ല. ഒരു ഡിപ്പ് ഡേയിലാണ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുക, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുക കാര്യം. അതുകൊണ്ട് ഇന്ന് ഈ സംസാരം എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 4 ആഴ്ച തുടങ്ങി, 4 ആഴ്ച തൊട്ടിട്ട് 8 ആഴ്ചേൻ്റെ ഇടയിൽ കഴിഞ്ഞ പ്രാവശ്യം 7ാമത്തെ ആഴ്ചയിലാണ് ഈ റീട്രേസ് ഉണ്ടായത്. നമ്മൾ റീട്രേസ് പ്രതീക്ഷിക്കണം. ഇത് റീട്രേസ് ആണോ എന്ന് ചോദിച്ചാൽ, റീട്രേസിന് ഏകദേശം 25% മിനിമം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞ ഒരു ഈ വെയിൽസിൻ്റെ കളികൾ ശരിക്കും ശ്രദ്ധിച്ച് 100K ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ഫോമോ അടിച്ചിട്ട് ഫസ്റ്റ് റീട്രേസ് കൊണ്ടുവരുന്നതായിരിക്കും നല്ല ഫ്ലഷ് ഔട്ട് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ 3 ആഴ്ച 69K 99K പോയതുകൊണ്ട് തന്നെ $30,000 ഒരു ഗ്രോത്ത് ഉണ്ടായ സ്ഥിതിക്ക് പല കോയിനുകൾക്കും ഒരു പെർഫെക്റ്റ് റീട്രേസ് കിട്ടാനും പെർഫെക്റ്റ് റീവൈബൈ ഓപ്പർച്യൂണിറ്റി കിട്ടാനും 100K ബ്രേക്ക് ചെയ്ത് ഒരു 110 പോകാനുള്ള സ്ട്രോങ് കിട്ടാനുള്ള കുറയലാണോ എന്ന് ഞാൻ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇനി മേ ബി ഇപ്രാവശ്യം 4th വീക്കിൽ റീട്രേസ് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 23 വെച്ചിട്ട് പ്രതീക്ഷിക്കേണ്ട, കുറച്ചും കൂടി ഡൗൺ പ്രതീക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കും. പക്ഷേ പെർഫെക്റ്റായിട്ട് നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ ശരിക്കും 100K ബ്രേക്ക് ചെയ്തിട്ടായിരിക്കണം ഫസ്റ്റത്തെ റീട്രേസ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മിഡ് ഡിസംബറിലൊക്കെ സംഭവിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. പല ഫോമുകളും അത്യാവശ്യം ആൾക്കാർ വരികയും പലരെയും ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ബുൾ മാർക്കറ്റിൽ ഈ റീട്രേസ് നിങ്ങൾ ഒരിക്കലും ഇത് ബാധിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പല കോയിൻസും അക്യുമുലേറ്റ് ചെയ്യാനുള്ളതൊക്കെ ഫസ്റ്റ് ടു 2ാമത്തെ റീട്രേസ് വരെ നിങ്ങൾക്ക് അവസരമുണ്ട്. പിന്നീട് അങ്ങോട്ട് 3, 4, 5 റീട്രേസൊക്കെ കിട്ടിയിരുന്ന ഒരു ബുൾ മാർക്കറ്റിൽ പിന്നീട് അങ്ങോട്ട് ലേറ്റായി പോയി ലാസ്റ്റത്തെ റീട്രേസിലേക്ക് ഹൈ റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ബുൾ മാർക്കറ്റ് റീട്രേസ്, പ്രത്യേകിച്ച് ഈ വലിയൊരു ഗ്രോത്തിൻ്റെ ഫസ്റ്റ് റീട്രേസൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇനിയും ആൾക്കാർ, നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെ ലേറ്റായോ എന്ന് തോന്നും. അങ്ങനെയല്ല, നിങ്ങളും ശേഷം ഒരു വലിയ ആൾക്കാർ ഇനിയും വരാനുണ്ടത്രേ. അവർക്കായിരിക്കും ചില ബുൾ മാർക്കറ്റ് പീക്കിന്ന് ബൈ ചെയ്ത് പിന്നെ കിട്ടാതെ അവസരങ്ങൾ വരിക. ഫസ്റ്റത്തെ സെക്കൻഡത്തെ റീട്രേസ് നമുക്ക് മേ ബി ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളേ ഇല്ല എന്നുള്ളത് തന്നെ കൂട്ടിയാൽ മതി. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ, നിങ്ങളെല്ലാവരും പബ്ലിക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം. ഞാൻ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ ഒരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞ $30,000 ഉണ്ടാകുന്ന സമയം തൊട്ട് പ്രീ ഹാൾവിനെ കുറിച്ചിട്ടും റീട്രേസിനെ കുറിച്ചിട്ടും ആ 6 മാസത്തെ അക്യുമുലേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോസ്റ്റ് ഹാൾവിൻ്റെ ഇടയിലുണ്ടാകുന്ന റീട്രേസുകളും അതുപോലെ എത്ര ദിവസം മിനിമം ഉണ്ടാവും, മിനിമം നമുക്കൊരു ജൂൺ വരെയെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് ഇന്നൊരു റീട്രേസ് ഡേ വരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇനിയിപ്പോൾ BTC
അത്ര വരെ ഒന്ന് കയറൂലേ എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 16K എന്നാണ് 100Kൻ്റെ തൊട്ടടുത്തെത്തിയത്. അതും 69Kന്ന് 2-3 വട്ടം തട്ടിയത് 48Kയിലേക്ക് വന്ന് അവിടുന്ന് ഒരു 6 മാസം മടുപ്പിച്ചിട്ടാണ് ഈ പറയുന്ന 99ലേക്ക് എത്തിയത്. ഇതൊക്കെ പെർഫെക്റ്റായിട്ട് നടക്കും, നമുക്ക് കിട്ടുന്നുണ്ടോ, നമ്മളതിൽ സെറ്റാവുന്നുണ്ടോ, നമ്മളതിൽ ഒരു ബേജാറ് കാണിക്കുന്നുണ്ടോ എന്നതാണ് മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ ബൈ.